മോഡേൺ ആർട്ട് പോലെയല്ലേ, അടിപൊളിയല്ലേ. എൻ്റെ അമ്മോ, നോക്ക്, ഒരു ആനയുടെ അസ്ഥികൂടം. ആന ഇവിടെ മതപ്പാടിലാണ് ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മൾ ഇന്നെന്താ രാവിലെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്നി ഹരിപ്പാട് റോഡിലാണ് കേട്ടോ. അതായത് കോന്നി എക്കോ ടൂറിസം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ റൂട്ടൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിനകത്ത് നമുക്ക് ഈ പറയുന്ന എക്കോ ടൂറിസത്തിൽ നമ്മൾ എത്തും. നമ്മൾ കോന്നി ജംഗ്ഷൻ വഴി അല്ല വന്നത്, നമ്മൾ മാപ്പിൽ കാണിച്ച ഒരു വഴി കൂടെ, ഉൾവഴി കൂടെയൊക്കെ കയറി വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കോന്നി ഹരിപ്പാട് റോഡിൽ നിൽക്കുന്നത് കേട്ടോ. നമുക്കല്ലാതെ കോന്നി ജംഗ്ഷനിൽ ഡയറക്റ്റ് MC റോഡ് വഴി വന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ. അന്നേരം നമ്മൾ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് വഴി കൂടെ ആയിരിക്കും വരുന്നത്. എന്തായാലും നമുക്ക് മുന്നിലോട്ട് പോയി നോക്കാവേ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഏകദേശം എക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ ബോർഡുണ്ട്, ഒരു ചെറിയൊരു ബോർഡ് കണ്ടു, കോന്നി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഈ ഒരു കോന്നി എക്കോ ടൂറിസത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആ വണ്ടിയൊക്കെ പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. ബൈക്കിൻ്റെ ഒക്കെ പാർക്കിംഗ് ഏരിയ ഇവിടെയാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. എന്തായാലും അടിപൊളി സ്പോട്ടാണ്. നമുക്ക് മുന്നിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഗായ്സ്. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്. ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ അഡൾട്ടിന് നമുക്ക് 80 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്ന ഒരാൾക്ക്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റി, ഒരു ചെറിയ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് 175 രൂപയാണ് കേട്ടോ ആയത്. 175 രൂപ എന്ന് വെച്ചാൽ ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ 80, 160, പിന്നെ പ്ലസ് ഒരു 15 രൂപ 2 വീലർ പാർക്കിങ്ങിനുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് 175 രൂപ ആയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കയറുമ്പോൾ ഉള്ള ഒരു വിഷ്വൽ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കോന്നി ആനക്കൂടെന്ന് പറഞ്ഞിട്ട് ഉണ്ടോ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. അതുപോലത്തെ ഒരു വലിയൊരു ആനക്കൂട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷെ ഇവിടെ ആനയൊന്നുമില്ല നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു 2 സ്റ്റാച്ചുകളുണ്ട്. അതിൻ്റെ കയ്യിലൊരു ബോർഡ് നോക്കിയിരിക്കുന്നുണ്ടോ, കോന്നി എക്കോ ടൂറിസം, ഹരിത എക്കോ ടൂറിസം, ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ. അത് നല്ലൊരു ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ എല്ലാ എക്കോ ടൂറിസത്തിലും കാണുന്ന പോലത്തെ ബോർഡുകളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള ബോർഡ് ഒന്നസയുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞിട്ട് അറിയേണ്ട കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ മുന്നിൽ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഗായ്സ്, നമ്മൾ കയറി വരുന്ന സമയത്തെ ആദ്യമായിട്ട് നമ്മൾ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് കേട്ടോ. ചെറിയ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകം ബോർഡും വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് മാത്രമെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നിലായിട്ട് ഗായ്സ്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എലിഫൻറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ. നമുക്ക് അതിനകത്ത് ഉള്ളിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കുക. അത് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്ന് കാണാം. ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പുൽക്കൂടിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ക്രിസ്മസിൻ്റെ ടൈമല്ലേ, പുൽക്കൂടിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എക്കോ ടൂറിസം കോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുല്ലിൽ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ. അതാ ഇവിടെ ഇത് കണ്ടായിരുന്നു. അതായത് വണ്ടിയുടെ ചെയിൻ സോക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആന ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. അതൊരു ഏഞ്ചൽ പോലത്തെ ചിറകൊക്കെ ഉള്ള ഒരു ആനയാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഗായ്സ്. ഇതുപോലത്തെ ഒരു ക്രിയേഷൻ തന്നെ നമ്മൾ ഫോറസ്റ്റ് മ്യൂസിയത്തിലും കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ, റെസ്റ്റ് ചെയ്യുന്ന ഏരിയകളിലുണ്ട്. അതുപോലെ ആനയുടേതും കുറച്ച് ഇതുപോലെ വെൽഡിയിലൊക്കെ വെച്ചിരിക്കുന്ന ഒരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു എലിഫൻറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണേ. മുന്നിലായിട്ട് തന്നെ ഒരു ആനയുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ പാദരക്ഷകൾ പുറത്തിടുക എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് നമുക്ക് കാണാം ഗായ്സ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുട്ടിയാന നിൽക്കുന്ന നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു മ്യൂസിയത്തിന് ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു വലിയൊരു കൊമ്പനാന നിൽക്കുന്നുണ്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളിയല്ലേ ഗായ്സ്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ഇവാലുവേഷൻ ഉണ്ടല്ലോ, ഈ പരിണാമം, ആനയുടെ പരിണാമം എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്റ്റാച്ചു പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മാമത്ത് വരെ, ഐസ് ഏജിലൊക്കെ ഉള്ള മാമത്ത് വരെ ഉള്ളതെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അടിപൊളിയാണ്. അതായത് ഈ സൈഡിലൊക്കെ മുഴുവനും ഓരോരോ പിക്ചറുകളും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും.
ആനയെ കൊണ്ട് കൂപ്പിൽ പണിയെടുപ്പിക്കുന്ന ആ ഒരു മാതൃകയാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഗായ്സ് അതുപോലെ നമ്മൾ അടുത്ത് എത്തുന്ന എക്സിബിഷൻ റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂമിലോട്ടാണ് കേട്ടോ. എൻ്റെ അമ്മോ നോക്ക്, ഒരു ആനയുടെ അസ്ഥികൂടം ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. എൻ്റെ അപ്പൂന് ഒറിജിനലാണ് കേട്ടോ. കൊമ്പ് മാത്രം ഒറിജിനലല്ല, അത് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കൊമ്പ് മാത്രം ഒറിജിനലല്ല, ബാക്കി എല്ലുകളെല്ലാം ഒറിജിനലാണ് കേട്ടോ. നോക്ക്, താടിയിലിൻ്റെയൊക്കെ വലിപ്പം നോക്ക്. എൻ്റെ അപ്പൂനെ കിട്ടില്ല കേട്ടോ, കിട്ടില്ല. അതുപോലെ നോക്ക്, ഈ ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട്, സ്കള്ളും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കീഴ്ത്താടി എല്ല് നോക്ക്, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ആനയ്ക്ക് ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒറിജിനലാണ് കേട്ടോ, ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഒറിജിനലാണ്. അതിനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നിറയെ മുള്ളൊക്കെ ഉള്ള സംഭവം, മുള്ളടാന്നാണ് കേട്ടോ അതിൻ്റെ പേര്, സ്പൈക്ക്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു എലിഫൻറ്റ് മ്യൂസിയത്തിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. നമുക്ക് അടിപൊളി ഒരു ക്യാൻറ്റീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് നമുക്ക് ഒരു ആനയും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. ക്യാൻറ്റീൻ്റെ സൈഡിലായിട്ട് കണ്ടോ ദിസ് വേ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി ബോർഡാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളൊരു ബോർഡാണ്. എല്ലായിടത്തും ഇതുപോലത്തെ ബോർഡാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് നോക്ക്, ഒരു വലിയൊരു മഴവെള്ള സംഭരണിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. അതിൻ്റെ പൈപ്പൊക്കെ അതാ പോയിട്ടുണ്ടേ. ഫുള്ളി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അതുപോലെ നമ്മളെല്ലാ എക്കോ ടൂറിസത്തിലും കാണുന്ന പോലെ മരങ്ങളുടെയും ചെടികളുടെയും എല്ലാം പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവാനായിട്ടേ. ഗായ്സ്, അപ്പോൾ നമ്മളിതാ ആനക്കൊട്ടിലിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആനക്കൊട്ടിൽ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഈ രാവിലെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആനയെ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നമുക്ക് അടിപൊളിയല്ലേ. ഈ ആനയുടെ പേരെന്ന് പറഞ്ഞാൽ ഈവ എന്നാണ്. ഒരാന ഇവിടെ മതപ്പാടിലാണ്, ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മുന്നിൽ കാണുന്ന ആനയാണ് കേട്ടോ മതപ്പാടിലുള്ളത്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആൾ തന്നെ കേട്ടോ. നോക്ക്, കൃഷ്ണ എന്ന് പേരുള്ള ഒരു ആനയാണ്. 13 വയസ്സുള്ള ഒരു ആനയാണ്, കൊമ്പനാന. നോക്ക്, മതപ്പാടിലാണ്. അപ്പോൾ എന്തെങ്കിലും പുല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് എറിയുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്ക്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അടുത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കയറൊക്കെ കെട്ടി ഇവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നോക്ക് കണ്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ആനക്കൊട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. അവിടെ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മതപ്പാടുള്ള ഒരു ആനയെ കാണിച്ചിട്ടില്ലോ, ഭയങ്കര വികൃതിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓലയൊക്കെ എടുത്ത് എറിഞ്ഞു തരും. അതുകൊണ്ട് നമുക്ക് അടുത്തോട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഈ രാവിലെയുള്ള ടൈമിന് വന്നാൽ, അതായത് ഇവിടെ ഓപ്പൺ ആവുന്നത് 9:30-ക്കാണ്. അപ്പോൾ ഈ 9 മണി സമയം 9:30 സമയത്തൊക്കെ വന്നാലേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനിവിടെ ആന ഇവിടെ കെട്ടിയിരിക്കുന്നത് മാത്രമേ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ആനക്കുട്ടിൽ കഴിഞ്ഞ് വരുമ്പോഴേ എലിഫൻ്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് അതാ ഒരു ആന അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുമന്ന നിറത്തിലുള്ള ഒരു ആന. പാദരക്ഷകൾ പുറത്ത് സൂക്ഷിക്കാവുന്നൊരു ബോർഡുണ്ട് കേട്ടോ. നോക്ക്, നമ്മൾ ഈ റൂമിലോട്ട് കയറുന്ന സമയത്ത് നോക്ക്, അടിപൊളിയല്ലേ. ആനയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നോക്ക്, കിടിലോ അല്ലേ. ഇതൊക്കെ ഫുള്ള് തടിയാണ് കേട്ടോ, ചെറിയ തടി വെച്ച് കഴിയുന്നത്. വൈക്കോലിൽ ഉണ്ടായിരിക്കും ആന. എൻ്റെ മോനെ. അതുപോലെ ആനയുടെ ആർട്ടൊക്കെ നമുക്ക് ഈ മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് കാണാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടുണ്ട്, കിട്ടിലുമായിട്ട്. ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടാണ്. നമുക്ക് ഇത് അടിപൊളിയല്ലേ. പക്ഷേ ഈ ഒരു പ്രദർശന വസ്തുക്കളിലൊന്നും തുടരുത് എന്നതാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, ഇതൊരു മോഡേൺ ആർട്ട് പോലെയല്ലേ, അടിപൊളിയല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ആർട്ട് ഗാലറിയുടെ പുറത്തായിട്ട് നോക്ക്, മൂവീസ് ബേസ്ഡ് ഓൺ എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അതിനകത്ത് നമുക്ക് ആനയെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മലയാളം ലീലയുണ്ട്, ഇങ്ങനെ കുറേ മൂവികളുണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് ഈ മൂവീസ് മാത്രമല്ല കേട്ടോ, അതായത് ഇവിടെ ബുക്സ് ബേസ്ഡ് ഓൺ എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കൊണ്ടുപോകും നമുക്ക്. ഗായ്സ്, നമ്മളിതാ ഈ ആർട്ട് ഗാലറിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിതാ മുന്നിലോട്ട് പോവുകയാണ്. ഇപ്പോൾ 3D തിയേറ്ററിലേക്ക് സ്വാഗതം എന്നിട്ടൊരു ബോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് മുന്നിലായിട്ടൊരു കൂടാരം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്റ്റോൺ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. മുന്നിലായിട്ട് ബോർഡ് കണ്ടോ, 3D തിയേറ്ററിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവേ. ഗായ്സ്, നമ്മൾ തിയേറ്ററിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, 6 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ആ തിയേറ്റർ വർക്ക് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ഇപ്പോൾ നമുക്ക് ഈ തിയേറ്റർ കുറച്ചുകൂടെ കഴിയും വർക്കിംഗ് ആയി വരാനായിട്ട്. കാരണം ഇന്നലെ അവധിയായിരുന്നു, തിങ്കളാഴ്ച എക്കോ ടൂറിസം എല്ലാം അവധിയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടും മാത്രമല്ല നമ്മൾ മോർണിംഗ് വന്നതുകൊണ്ടും ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും രാവിലെ വന്നതുകൊണ്ടാണ് നമുക്ക് ആനയൊക്കെ കുളിപ്പിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. അത് രാവിലെ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ആനകളെ കുളിപ്പിച്ചിട്ട് ആഹാരം കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ആയിരിക്കും നമുക്കത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിലവിൽ 4 ആനകളാണുള്ളത്, ഒരു മെയിലും 3 ഫീമെയിലും കേട്ടോ. അതിൽ മെയിൽ ഇപ്പോൾ മതപ്പാടിലാണ്, ഫീമെയിലുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മെയിലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പക്ഷേ അടുത്തോട്ടൊന്നും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിതാ വീണ്ടും നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന അതേ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു വഴി പാസ് ചെയ്ത് പോകുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി ടൂറിസം സ്പോട്ടാണ് കേട്ടോ ഈ ഒരു കോന്നി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച അവധിയാണ്, അതുപോലെ രാവിലെ 9:30 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ക്രൗഡൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രൗഡ് നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ പോകും, അങ്ങനത്തെ സെറ്റപ്പുകളൊന്നുമില്ല, അത്രയും തിരക്കൊന്നുമില്ല. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറങ്ങി കുറേ മ്യൂസിയം, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്കെലിട്ടൻ വെച്ചിരുന്നില്ല ആനയുടെ, അത് അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോന്നി എക്കോ ടൂറിസത്തിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി പോകുന്നവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഫാസ്റ്റക്കി സൈനിങ് ഓഫ്.